സിനിജി ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് കുറച്ചൊരു ഇന്റർനാഷണൽ അതെ, വിഷയങ്ങളിലേക്ക് പോവുകയാണ് എന്നാണ് തോന്നുന്നത് അല്ലേ? ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഈ ഏറ്റവും അടുത്തായി നിൽക്കുന്നത് ഇന്ത്യ ചൈന തമ്മിലുള്ള ഭായി ബന്ധത്തിലേക്ക് നമ്മൾ പോയി അതിർത്തിയിലെ പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് പരിഹരിക്കുന്ന ഒരു മട്ടാണ്. അപ്പോൾ കൂടുതൽ നിക്ഷേപങ്ങൾ ചൈന ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത, കാരണം നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടൊരു ഇക്കോണമിയായിട്ട് അല്ലേ, വളരെ പവർഫുൾ ഇക്കോണമിയായിട്ട്, വളരെ പവർഫുള്ളായ രാജ്യമായിട്ട് നമ്മളിങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മോദിജിയുടെ രണ്ടാമത്തെ ഒരു ടേമിൽ കൂടെ ആയപ്പോഴത്തേക്ക് അത് അങ്ങ് സെറ്റായി. അപ്പോൾ അത് അമേരിക്ക ഇതിനെയൊക്കെ എങ്ങനെയായിരിക്കും, പ്രത്യേകിച്ച് മാറിയ അമേരിക്കയുടെ നേതൃത്വം ട്രംപ് ഇതിനെ എങ്ങനെയായിരിക്കും നോക്കിക്കാണുക? കാരണം അമേരിക്ക എപ്പോഴും ഒരു വലിയേട്ടൻ മനോഭാവത്തോടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന മാറി മാറി വന്ന നേതാക്കന്മാരായാലും ഈ ഒരു മാറിയ നേതൃത്വത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഇതിനെയൊക്കെ എങ്ങനെയായിരിക്കും നോക്കിക്കാണുക? എന്താണ് ആ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇപ്പം അറിയാലോ, ചൈനീസ് അതിർത്തി, ഇപ്പം ഡെപ്സാങ്, ഡെംജോക്ക് എന്നീ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത്. അവിടെ നിന്ന് ചൈനീസ് സൈന്യം പിന്മാറാമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അത് ചൈന ഇങ്ങോട്ട് പറഞ്ഞൊരു കാര്യമാണ്. നമ്മളതിനെ സ്വാഗതം ചെയ്തു. അപ്പം അതിർത്തിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ നമുക്കും സമാധാനം, ചൈനയ്ക്കും സമാധാനം. അപ്പോൾ ചൈന എന്തുകൊണ്ടാണ് ഇങ്ങനെ പിന്മാറുന്നതെന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് അവർക്ക് യുദ്ധത്തേക്കാൾ പ്രാധാന്യം ട്രേഡാണ്, കച്ചവടമാണ് അവർക്കിഷ്ടം. അപ്പോൾ കച്ചവടത്തിലൂടെ പണം കിട്ടുവാണെങ്കിൽ അവരൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാണ്. അപ്പോൾ ഇന്ത്യ ഇനി കച്ചവട മേഖലയിലേക്ക് വലിയൊരു ശക്തിയായി ഉയർന്നു വരുന്നത് ചൈന മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഷീ ജിൻപിങ് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടൊക്കെ കൂടി ചേർന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ ബ്രിക്സ് ഉച്ചകോടിയിലൊക്കെ കണ്ടു. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് ചൈനീസ് സൈന്യം പിന്മാറാമെന്ന് അവർ ഇങ്ങോട്ട് അറിയിച്ചു. നമ്മൾ സ്വാഗതം ചെയ്തു. മാത്രമല്ല 2020 ഉള്ള സ്ഥിതി പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞാൽ പല മേഖലകളിലും ഇന്ത്യയിൽ മാത്രമേ പട്രോളിംഗ് നടത്താൻ പാടുള്ളൂ. 2020 വരെ അങ്ങനെയായിരുന്നു. പിന്നീട് ഇവരിങ്ങോട്ട് കയറിയതാണ്. ഇപ്പോൾ ഈ അവസ്ഥ പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായാൽ കോടികളുടെ നഷ്ടം നമുക്ക് രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ടാകും. അപ്പോൾ എന്തിനാണ് ഈ പണം നഷ്ടപ്പെടുന്നത്? അതിനു പകരം ആ പണം ഇരു രാജ്യങ്ങളുടെയും പുരോഗമനത്തിന് വേണ്ടി ഉപയോഗിച്ചുകൂടെ? അതൊരു നല്ല തീരുമാനമാണ്. അവർ ചൈന പറയുന്നു, നമ്മളതിനെ സ്വീകരിക്കുന്നു. അപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നം അമേരിക്കയ്ക്കാണ്. അമേരിക്കയ്ക്ക് വലിയൊരു അസൂയുണ്ട്. കാരണം അവർ എല്ലാ കാലവും ചിന്തിക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാകണം. കാരണം ചൈനയെ എന്തെങ്കിലും കാരണവശാൽ ഒരു അടി കൊടുക്കേണ്ടി വന്നാൽ ഇന്ത്യയെ ഉപയോഗപ്പെടുത്താം. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ കാലവും അമേരിക്ക ഇന്ത്യയുടെ കൂടെ നിന്നത്. അപ്പോൾ ഇന്ത്യ നോക്കുമ്പോൾ എന്താ, കൂടുതൽ നിക്ഷേപങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരാം. അപ്പോൾ നമ്മൾ അവരോട് യോജിച്ച് നിൽക്കാം. അങ്ങനെ നിക്ഷേപം വരികയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിനും വളരാം. പക്ഷേ അമേരിക്ക അത് ചെയ്തില്ല. അവർ ഭയങ്കര ക്രൂക്കട്ട് സ്വഭാവം കാണിച്ചു. കാരണം എന്താ, ഇന്ത്യയിലേക്ക് നിക്ഷേപം തരാമെന്ന് പറയുകയും ചെയ്യും, ഒപ്പം ഈ നിക്ഷേപം പല രാജ്യങ്ങളിലേക്ക് ഡിവൈഡ് ചെയ്തു പോകും. ഈ ഡിവൈഡ് ചെയ്തു പോകുമ്പോൾ അവർ തൈവാനെ വളർത്തും, അതുപോലെ സൗത്ത് കൊറിയ വളർത്തും, അതുപോലെ ജപ്പാനെ വളർത്തും. അങ്ങനെ പല മേഖലകൾക്ക് ഇവർ നിക്ഷേപം പോകുമ്പോൾ ഇന്ത്യക്ക് മാത്രമായി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഒരു ഹ്യൂജ് നിക്ഷേപം അത് നഷ്ടമാകുന്നുണ്ട്. ഇത് നരേന്ദ്രമോദിയുടെ ഒരു വിവിധ മുഖങ്ങളിലുള്ള ഒരു നയതന്ത്ര ബന്ധത്തെ ബാധിക്കും. അദ്ദേഹം എന്താ ഈ പറയുന്ന ബഹുമുഖ നയതന്ത്രവുമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന മോദി തീരുമാനിച്ചു, ഇനി ചൈനയുമായി നമ്മൾ കൂടുതൽ അടുത്ത് പ്രവർത്തിക്കാം. ഇത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമുണ്ടാക്കുമെന്ന് അവിടുത്തെ ഡിഫൻസ് മേഖല ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ കൂടെ നിർത്തിക്കൊണ്ട്, ഒരു സൗഹൃദത്തിൽ നിർത്തിക്കൊണ്ട് ചൈനയ്ക്കെതിരെ പ്രതിരോധം തീർക്കാമെന്നുള്ള അവരുടെ ഉദ്ദേശം അത് പാളിപ്പോയെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ മാത്യു മില്ലർ എന്ന് പറയുന്ന പ്രതിനിധി തന്നെ ഔദ്യോഗികമായി പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തിയിൽ എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ താൽക്കാലികമായി വെടിനിർത്തലൊക്കെ നടത്തിയല്ലോ, അപ്പോൾ പിൻവാങ്ങിയല്ലോ, ഇത് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്, ഞങ്ങൾ അതിനോട് യോജിക്കുന്നു, വേറെ ഓപ്ഷനില്ല. അപ്പോൾ വീണ്ടും അവിടുത്തെ ഈ നയതന്ത്ര രംഗത്തെ പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പറയുന്നു, നമ്മൾ ഇന്ത്യയെ വിചാരിച്ചതുപോലെ അല്ല, ഇന്ത്യ അവരുടേതായ തനതായ കാഴ്ചപ്പാടിലാണ് പോകണം. ഒരിക്കലും നമ്മുടെ സാമന്ത രാജ്യമായിട്ട് ഇന്ത്യ നിൽക്കില്ല. അവർ നമ്മളോട് ഇന്ത്യ പഴയ ഇന്ത്യയല്ല. പണ്ട് ചൈനയുമായിട്ടൊക്കെ യുദ്ധം നടന്നപ്പോൾ കൊണ്ട ചെറിയ ഇന്ത്യയല്ലോ, അതല്ല. ഇന്ത്യ എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സൈനിക മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ വലിയ ഉയർച്ച നേടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് കാണിച്ച രീതി ശരിയായില്ല. അപ്പം അമേരിക്കൻ ഭരണകൂടത്തെ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ ജോ ബൈഡനാണ് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചത്. ഇനി ഇന്ത്യയിലേക്ക് കൂടുതൽ നിക്ഷേപം തരാത്തതിൻ്റെ കാര്യം, പണ്ട് USSRനൊപ്പമാണ് ചൈന നിന്ന്, സോവിയറ്റ് യൂണിയനൊപ്പം. അന്ന് സോവിയറ്റ് യൂണിയനിൽ നിന്ന് ചൈനയെ അടർത്തി മാറ്റിയിട്ട് ഈ ചൈനയിൽ അമേരിക്ക വലിയ നിക്ഷേപം നടത്തിയിരുന്നു. ആ നിക്ഷേപം നടത്തിയതുകൊണ്ടാണ് 1970-80 കാലഘട്ടത്തിൽ ചൈന പതുക്കെ വളർന്നത്. അപ്പോൾ അമേരിക്കയിലെ എല്ലാ പ്രോഡക്റ്റുകളും നിർമ്മിക്കുന്നത് ചൈനയിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ചീപ്പ് ലേബേഴ്സേ ഉള്ളൂ. കാരണം ഒരു സ്വേച്ഛാധിപതി പറഞ്ഞല്ലേ, അപ്പോൾ നിർബന്ധമായിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക. അപ്പം മെയ്ഡ് ഇൻ അമേരിക്ക എന്ന് പറയുന്ന പ്രോഡക്റ്റ് എല്ലാം വരുന്നത്, നിർമ്മിക്കുന്നത് ചൈനയിലാണ്. അപ്പോൾ വലിയ ലാഭം അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നു. അതിൻ്റെ നേട്ടം ചൈനയ്ക്കും ഉണ്ടായി. ചൈന സാമ്പത്തികപരമായിട്ട് ഉയർന്നു, അവരുടെ GDP കുതിച്ചുയർന്നു, അവരുടെ സൈനിക മേഖലയുടെ ശക്തി വർദ്ധിച്ചു. അപ്പോൾ ഇതൊക്കെ വർദ്ധിച്ചപ്പോൾ
ചൈന കൊള്ളാലോ, നമുക്ക് പണി കിട്ടുമല്ലോ എന്ന് മനസ്സിലാക്കി. അപ്പോൾ റഷ്യ ഒതുക്കി ചൈന ലോകരാജ്യങ്ങളിൽ മുൻപന്തിയിലേക്ക് വരുന്നു. അമേരിക്കയ്ക്ക് അതൊരു ഭീഷണിയാണ്. അപ്പോൾ എന്തെടുത്തു, ഇന്ത്യ അമേരിക്ക സഹായിച്ചു. അപ്പോൾ ഇന്ത്യക്ക് കൂടുതൽ നിക്ഷേപങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ചൈന എങ്ങനെയാണ് ലോകത്തിലെ വൻ ശക്തിയായത്, അമേരിക്ക നിക്ഷേപം കൊടുത്തോണ്ടാണ്. അതുപോലൊരു ചൈനയായിട്ട് ഇന്ത്യയെ വളർത്തണ്ട, അതുകൊണ്ട് ആവശ്യത്തിനൊക്കെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പകരം എന്തെടുത്തു, ഇന്ത്യക്ക് ചില ഉപരോധങ്ങളൊക്കെ അമേരിക്ക അങ്ങ് ഏർപ്പെടുത്തി. അത് പ്രത്യക്ഷമായിട്ടല്ല, പരോക്ഷമായിട്ടും. അപ്പോൾ നമ്മൾ തേജസ് എന്ന് പറയുന്ന യുദ്ധവിമാനം തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നു. ഇതിനു വേണ്ട എഞ്ചിൻ നിർമ്മിക്കുന്നത് അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ F404 എന്ന് പറയുന്ന എഞ്ചിൻ അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക്കൽ നിർമ്മിച്ച് നമുക്ക് തരണം. പക്ഷേ അവർ പല കാരണങ്ങളാൽ കരാർ ഒപ്പിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് തരുന്നില്ല. അപ്പോൾ നമ്മൾ സൈനിക മേഖലയിൽ ശക്തിയാവണ്ട എന്നുള്ളത് കൊണ്ട് ഇവർ പറയുന്നത് അതിൻ്റെ നിർമ്മാണം പൂർത്തിയായില്ല, കുറച്ച് പാർട്സ് വരാനുണ്ട്, സൗത്ത് കൊറിയയിൽ നിന്ന് വരാനുള്ള പാർട്സ് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉടായിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ബൈഡൻ്റെ അടുത്ത് നമുക്കൊരു പരിധിക്ക് അപ്പുറത്തേക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. അതോടുകൂടി ഇന്ത്യ അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക് കമ്പനിക്ക് പിഴയിട്ടു. അതൊരു വലിയ സംഭവമാണ്. ലോകത്ത് അമേരിക്കൻ കമ്പനിക്ക് ഇന്ത്യ പിഴയിടുന്നു എന്ന് പറയും. അപ്പോൾ ട്രംപ് പതുക്കെ അധികാരത്തിലേക്ക് വന്നപ്പം ഇന്ത്യയുമായിട്ടുള്ള ഈ നിലപാടുകളിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നും ഒരുപാട് വ്യത്യസ്ത തലങ്ങളിലേക്ക് പോകുമെന്നും ഒക്കെ മനസ്സിലാകുന്നുണ്ട്. ഇവിടെ എന്താ, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഈ ടെക്നോളജിയെ വളരെ സ്വീകരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ചൈനയ്ക്ക് ഇത്തരം ടെക്നോളജി ഉണ്ട്. ചൈന നേരത്തെ ഈ തൈവാൻ എന്ന് പറയുന്ന രാജ്യത്തെ പിടിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അമേരിക്ക ഒരു കാരണവശാലും അംഗീകരിച്ചിരുന്നില്ല. അമേരിക്ക എന്തെങ്കിലും കാരണം ഉണ്ടായാൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് വാൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചൈന അവരെ പിടിച്ചെടുക്കുന്നില്ല. എന്നിട്ട് അമേരിക്ക എന്തെടുത്തു, തൈവാനിൽ കൂടുതൽ നിക്ഷേപം നടത്തി. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ടെക്നോളജി, അവിടുത്തെ യങ് ജനറേഷനൊക്കെ എന്ന് പറയുന്നത് നമ്മളെക്കാട്ടിയും കൂടുതലാണ്. മാറി മാറി വന്ന അവിടുത്തെ സർക്കാരുകൾ ആ തൈവാനെ വളർത്തിക്കൊണ്ട് വന്നു. അപ്പോൾ ചൈനയ്ക്കൊപ്പം കിടപിടിക്കുന്ന ഒരു രാജ്യമായി തൈവാനെ മാറ്റി. പക്ഷേ ഇന്ത്യയിലെ ഭരണാധികാരികളോ കോൺഗ്രസ് സർക്കാർ, UPA സർക്കാർ അവരൊന്നും ഒരു ഭാവിയെ മുന്നിൽ കണ്ടുള്ള പ്രവർത്തനം നടത്തിയില്ല. അപ്പോൾ നമുക്ക് വളരാൻ പറ്റിയില്ല. പക്ഷേ അമേരിക്കയും ചൈനയും തിരിച്ചറിയുന്നുണ്ട് 150 കോടി ജനതയുള്ള ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ അവിടേക്ക് കൂടുതൽ നിക്ഷേപം നടത്തിയാൽ അതിൻ്റെ പ്രയോജനം ഉണ്ടാകും. അപ്പോൾ ഇന്ത്യയും ചൈനയും വിചാരിച്ച് ഞങ്ങളെന്തിനാണ് ശത്രുക്കളായിട്ട് നിൽക്കുന്നത്, നമുക്ക് ഇരു കൂട്ടർക്കും നല്ലതല്ലേ. മാത്രമല്ല ചൈന ഇങ്ങനെ നിക്ഷേപം നടത്തിയാൽ നമ്മുടെ നാട്ടിൽ ഒരു പുതിയ വ്യവസായം സംരംഭമൊക്കെ തുടങ്ങി, പിന്നെ ചൈന നമ്മളെ ചൊറിയാൻ വരില്ല. കാരണം ചൊറിയാമെന്ന് നമുക്കറിയാമല്ലോ. നേരത്തെ ടിക്ടോക്ക് നിരോധിച്ചു, ആലിബാബ എന്ന് പറയുന്ന കമ്പനി. ഇതൊക്കെ എന്താ, ചൈന ഇങ്ങോട്ട് ചൊറിയാൻ ഞങ്ങൾക്ക് പണി തരുമെന്നല്ല. അപ്പോൾ ഈ രീതിയിലുള്ള പണിയൊന്നും ചൈന നമ്മുടെ അടുത്ത് ചെയ്യില്ല. മാത്രമല്ല അമേരിക്കയ്ക്ക് നേരിട്ട് ചൈനയൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ചൈനയിലാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന ഒരു കാര്യത്തിൽ ചൈനയെ ആക്രമിച്ചാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ അവരുടെ ലാഭമൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള നേരത്തെ ലക്ഷ്മി പറഞ്ഞ പോലെ ഇപ്പം നരേന്ദ്രമോദി വന്നപ്പോൾ ഉള്ള ഗുണം, 2 ടേം ഭരിച്ചു, അതോടുകൂടി മൊത്തത്തിൽ മാറിയില്ലേ. ഒന്ന് എങ്ങനെയായിരുന്നു വിലയിരുത്താൻ പറ്റുമോ നരേന്ദ്രമോദിയുടെ ഭരണം? ഇപ്പോൾ ഈ 2.0 കൂടെ വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇതൊരു കോalition ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ രണ്ടാം ഘട്ടത്തിൽ ഒരു പക്ഷേ പല മറ്റുള്ള എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ താല്പര്യങ്ങൾക്കൊക്കെ വരങ്ങേണ്ടി വരും എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അത് അങ്ങനെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയ്ക്ക് ഇന്ത്യയാണ് ഇപ്പോൾ കൂടുതൽ ആവശ്യം, നമുക്ക് അവരെ ആവശ്യമുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി അമേരിക്കയ്ക്ക് ഇന്ത്യയാണ് ആവശ്യം എന്നുള്ളൊരു അവസ്ഥ കൂടിയുണ്ട്. അതൊരു പക്ഷേ ട്രംപിൻ്റെ കാലഘട്ടം ആകുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞതുപോലെയാണ് കുറച്ച് കൂടുതൽ അവർക്ക് വഴങ്ങേണ്ടി വരും. ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഇപ്പം ഇന്ത്യ ചൈന ബന്ധത്തിൽ അവർക്ക് ഒരുപാട് മുന്നോട്ടേക്ക് വലിയ സമ്മർദ്ദങ്ങൾക്കൊന്നും അല്ലേ ഒരു സാധ്യതയില്ലാത്തൊരു ഒരു രീതിയിലേക്ക് വരും. അപ്പോൾ അമേരിക്ക ഇപ്പം നമ്മളോട് നമ്മളെ അവർക്ക് ആവശ്യമുണ്ട്. മാത്രമല്ല ഈ ബൈഡന്റെ കൂട്ടല്ല, ട്രംപ് നമ്മളോട് വലിയ സപ്പോർട്ടാണ്, നരേന്ദ്രമോദിയായിട്ട് വലിയ കൂട്ടം എന്തായാലും അല്ലേ. അപ്പോൾ അതായത് റിപ്പബ്ലിക്കൻ പാർട്ടി അവിടെ അധികാരത്തിൽ വരുമ്പോഴൊക്കെ ഇന്ത്യയെ സഹായിക്കും. മറിച്ച് ഡെമോക്രാറ്റുകളാണ് വരുന്നതെങ്കിൽ നമുക്കെതിരായ ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ ട്രംപ് വരുമ്പോൾ ഒരുപാട് സഹായം ചെയ്യുമ്പോൾ നമ്മളും അതിനോട് സഹകരിക്കണം. നേരത്തെ അറിയാലോ, ഇപ്പം ഇന്ത്യ ഒരു വളർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചില പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പം ബംഗ്ലാദേശ് ഇന്ത്യ തമ്മിൽ വലിയ കൂട്ടാണ്. ഷേഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച് ശരിക്കും അമേരിക്കൻ ഗവൺമെൻറ്. എന്തിനാണെന്ന് വെച്ചാൽ ഇന്ത്യയുമായിട്ട് അങ്ങനെ വലിയ കൂട്ടൊന്നും വേണ്ട, നിനക്കൊരു അവിടെ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ബംഗ്ലാദേശിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി. കാനഡയിലെ ട്രൂഡോ സർക്കാർ ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്നു, ഖാലിസ്ഥാൻ വാദമൊക്കെ ഉള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നു. അവിടെ അമേരിക്കയാണ് ഇടപെട്ടത്. അപ്പോൾ അമേരിക്ക ഇടപെട്ടതെന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ്, ജോർജ് സോറോസ് ഉൾപ്പെടെയുള്ള ഡീപ് സ്റ്റേറ്റിൻ്റെ ആഗ്രഹം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുക. ഒപ്പം അവർ പറയുന്ന ഒരു സർക്കാരിനെ ഇവിടെ കൊണ്ടുവരണം. ഇപ്പം നരേന്ദ്രമോദി സർക്കാരിന് ഇപ്പം ഇവിടെ ഒറ്റയ്ക്ക് ഒരു ഭൂരിപക്ഷം കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു കൂട്ടുകക്ഷി ഭരണത്തിലേക്ക് പോയത് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. അവർ പരമാവധി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് വേണ്ടി ശ്രമിച്ചു. പക്ഷേ നരേന്ദ്രമോദി സർക്കാരിന് വലിയ പിന്തുണയുള്ളതുകൊണ്ടും ലോകരാജ്യങ്ങളുടെ സഹായം ഉള്ളതുകൊണ്ടും ഒക്കെ തന്നെ അദ്ദേഹം വീണ്ടും അധികാരത്തിലേക്ക് എത്തി. അപ്പോൾ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ അതിനെ എതിർക്കുന്നു. ഇപ്പോൾ ഇലോൺ മസ്ക് എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു പ്രധാന വ്യവസായി, അയാൾ കൂടുതൽ നിക്ഷേപം ഇന്ത്യയിൽ നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ ഡീപ് സ്റ്റേറ്റ് അത് വെട്ടി. കഴിഞ്ഞ തവണ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ജോ ബൈഡനും ഷീ ജിൻപിങ്ങും അടച്ചിട്ട മുറിയിൽ ഒരു കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിന്നീട് നമ്മൾ അറിയുന്നത് ഇന്ത്യയിൽ നടത്താൻ പോയ നിക്ഷേപം മുഴുവൻ ചൈനയിൽ കൊണ്ട് നടത്തി. അവിടെ ഈ ഡീപ് സ്റ്റേറ്റ് ഇടപെട്ട് ഇപ്പോൾ ഈ ട്രംപിന് വേണ്ടി മുന്നണി പോരാളിയായി നിന്ന് ഇലോൺ മസ്കാണ്. അപ്പോൾ ഇലോൺ മസ്ക് പറയുന്നു, ഞാൻ
നരേന്ദ്രമോദിയുടെ വലിയ ഫാനാണ്, അതുകൊണ്ട് ഞാൻ അവിടെ നിക്ഷേപം നടത്തും. അപ്പോൾ കൂടുതൽ നിക്ഷേപങ്ങൾ അമേരിക്കയും ഇന്ത്യയിലേക്ക് നടത്താൻ തീരുമാനിക്കുന്നു. അതൊരു വലിയ കച്ചവട താല്പര്യങ്ങളുണ്ടല്ലേ. ഇപ്പോൾ ട്രംപ് ആയാലും ഇലോൺ മസ്ക് ആയാലും അവർ കൂടുതലും കച്ചവടക്കാർ എന്നുകൂടി അവരെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ കച്ചവട താല്പര്യങ്ങൾ നേരത്തെ സിനിജു പറഞ്ഞതുപോലെയാണ്. നമ്മളുടെ പൊട്ടൻഷ്യൽ അവർ നമ്മളിലേക്ക് നിക്ഷേപം നടത്തിയാൽ അവർക്കുണ്ടാവുന്ന ഗുണങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ പറഞ്ഞല്ലോ ബൈഡൻ എടുത്തൊരു നിലപാടിന് അപ്പുറത്തേക്ക് ട്രംപും ഇപ്പോൾ ഇലോൺ മസ്കും ഒക്കെ നമ്മളോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഞാനൊരു സംശയം തിരിച്ചു വെച്ചോട്ടെ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അവരുടെ ഒരു കച്ചവട താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള ഒരു വ്യാപാര ബന്ധത്തിനപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ ഡെമോക്രാറ്റുകൾ ഒരു നിലപാടെടുത്തത് എന്നുള്ളത്? അതെന്താ വെച്ചാൽ ഇന്ത്യ വളർന്ന് വലിയൊരു ശക്തിയാണെന്ന് അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ലോകത്തെ വൻ ശക്തികളെന്ന് പറയുന്നത് അമേരിക്ക, റഷ്യ, ചൈനയാണ്. ഈ ഘട്ടത്തിലേക്ക് ഇന്ത്യയും കൂടെ വളർന്നു വരികയാണ്. അപ്പോൾ ഇന്ത്യ അങ്ങനെ വളർന്നു വരുന്നത് മറ്റ് രാജ്യങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ലോകത്ത് ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നതിനേക്കാൾ അവർക്ക് താല്പര്യം ട്രേഡ് വർദ്ധിപ്പിക്കാനുള്ള കച്ചവടമാണ് മെയിൻ. അപ്പോൾ കച്ചവടം എന്ന് പറയുന്നത് സമുദ്രം വഴിയുള്ള കച്ചവടം, അതായത് ഷിപ്പ് വഴിയുള്ള മാർഗ്ഗം. അപ്പോൾ ഈ ഷിപ്പ് വഴി ഏറ്റവും കൂടുതൽ ഗതാഗതം നടക്കുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യ വലിയൊരു ശക്തിയാണ്, ചൈനയ്ക്ക് അവിടെ ശക്തിയില്ല. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ നാവിക മേഖലയിൽ ഇന്ത്യക്ക് ഇത്രയും ശക്തിയുണ്ടെന്നും ഓസ്ട്രേലിയയും ജപ്പാനും ഒക്കെ ഇന്ത്യയെ പിന്തുണയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഈ കടലിൽ ഏറ്റവും വലിയ ഒരു ശക്തിയുള്ള രാജ്യം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ. അപ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും ജപ്പാനും ഒക്കെ തമ്മിൽ ഒരു ഉച്ചകോടി നടന്നു, ഒരു ക്വാഡ് ഉച്ചകോടി. ഈ ഉച്ചകോടിയിലൂടെ അവരുടെയൊക്കെ പരസ്പര സഹകരണം കിട്ടി. ഇന്ത്യൻ സേനയ്ക്ക് ഓസ്ട്രേലിയയിൽ പരിശീലിക്കാം, ഓസ്ട്രേലിയൻ സേനയ്ക്ക് ഇന്ത്യയിൽ വരാം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹകരണമുണ്ട്. അപ്പോൾ അമേരിക്ക മനസ്സിലാക്കി കടൽ മാർഗമുള്ള ട്രേഡിന് ചൈനയെ ഡിപ്പെൻഡ് ചെയ്തതിനേക്കാൾ നല്ലത് ഇന്ത്യയാണ്. മാത്രമല്ല ഇന്ത്യക്ക് ഒരു യുദ്ധത്തിന് വിരുദ്ധമായ നിലപാട് എപ്പോഴും സ്വീകരിക്കുന്നു. ഇപ്പോൾ യുദ്ധം ഉണ്ടാകുന്ന റഷ്യയിൽ പുട്ടിൻ്റെ അടുത്ത് പോയിട്ട് ഈ മോദി സംസാരിക്കും, സെലൻസ്കി എന്ന് പറയുന്നത് ഉക്രൈൻ്റെ പ്രസിഡൻ്റ് അടുത്തും പോയി സംസാരിക്കും. ഇപ്പുറത്തേക്ക് ഇസ്രായേലും പാലസ്തീനും കൂടെ യുദ്ധം വരുന്നു, ഇസ്രായേലിൻ്റെ അടുത്തും പോയി സംസാരിക്കും, പാലസ്തീൻ്റെ അടുത്ത് സംസാരിക്കും. അപ്പോൾ രണ്ട് രാജ്യങ്ങളുമായിട്ട് നമ്മൾ നല്ല ബന്ധം പുലർത്തുന്നു. അപ്പോൾ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റിയ ഒരു മീഡിയേറ്ററായിട്ട് ഇന്ത്യയെ ലോകം കാണുന്നുണ്ട്. പല രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിന് പ്രധാന കാരണം അമേരിക്കയാണ്. അപ്പോൾ അമേരിക്ക ഒന്ന് നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കും, ഇന്ത്യയുടെ കൂട്ടൊരു ശക്തി കാണിക്കുകയും ചെയ്താൽ നല്ലതാണെന്ന് ഇപ്പം റഷ്യൻ പ്രസിഡൻ്റായ പുടിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോകത്തിന് ഏകശക്തിയില്ല, ശക്തികൾ ഒന്ന് ഡിവൈഡ് ചെയ്തു പോകും. അപ്പോൾ ഇനി അമേരിക്ക, റഷ്യ, ചൈന എന്നിവയ്ക്കൊപ്പം ഇന്ത്യയും വലിയ ശക്തിയായിട്ട് മാറും. ഒപ്പം ചൈന ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ തയ്യാറാകും. അപ്പോൾ ഇനി ഒരു ലോകത്തെ 4 ശക്തികൾ ഉണ്ടാകുന്നു, ചൈനയും ഇന്ത്യയുമായിട്ടുള്ള നിക്ഷേപം വർദ്ധിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതോടുകൂടി ഇന്ത്യയുടെ എക്കണോമിക്കിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.